ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന പരാതി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോടെ ജനിച്ചത്. വൈകല്യം നേരത്തെ സ്കാനിങ്ങിലൂടെ കണ്ടെത്താമായിരുന്നെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിലാണ് ആശുപത്രിയും സ്കാനിംഗ് നടത്തിയ ലാബും ഉള്ളത്. സുനിഷ അയ്യലൂരും ശരത് എസ്.എസുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം സുനിഷയിലേക്ക്. സുനിഷ, ഇതിലിവരുടെ പരാതിയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഡോക്ടർമാർ ഇത് നിഷേധിക്കുമ്പോൾ പോലും ഈ ലാബിൽ നിന്ന് ഡയഗ്നോസ് ചെയ്തതിലെ വീഴ്ചയാണ് എന്നൊരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ കഴിയുന്നതും. ഒപ്പം ഡോക്ടർമാർ ഇതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നൊരു പരാതിയും ഉയരുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും അന്വേഷണം? വിനീത, വിഷയത്തിൽ അന്വേഷണം ഏതായാലും വിശദമായി തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി DMOക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ DMOയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് തന്നെ ഒരു സമാന്തരമായ ഒരു അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സംഘത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വിട്ടിരിക്കുന്നത് എന്നതാണ്. നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ചുമതല നൽകിയിരിക്കുന്നത്. കൃത്യമായി വിഷയങ്ങളെല്ലാം തന്നെ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കുടുംബം നൽകിയ പരാതിയിൽ 4 ഡോക്ടർമാർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സ്കാനിങ്ങിൽ ഈ ഡയഗ്നോസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ രക്ഷിതാക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതാണ്. ഈ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എവിടെയാണ് ഈ പാളിച്ച പറ്റിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഇവരൊക്കെ തന്നെ, ഷേർലി ആയാലും ഇവരൊക്കെ സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത് ഇവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം ഈ രക്ഷിതാക്കളെ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിലൊരു ഉത്തരം വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെ നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സ്കാനിംഗ് സെന്ററിനെ കുറിച്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും. ഒപ്പം തന്നെ ഈ ഡോക്ടർമാരുടെ ഈ അന്നുണ്ടായ കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നതാണ്. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ വീഴ്ച സംഭവിച്ചത്, ആർക്കാണോ വീഴ്ച സംഭവിച്ചത്, ആരാണ് ഉത്തരവാദി എന്നതിനനുസരിച്ച് തന്നെ ഈ നടപടി എടുക്കുക എന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിദഗ്ധ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനീത, ശരി. ശരത് എസ്.എസ് കൂടി ചേരുന്നു. ശരത്ത്, ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? മുലപ്പാൽ പോലും സ്വന്തമായി കുടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്, ശ്വാസതടസ്സമുണ്ട് എന്നതുൾപ്പെടെയാണ് ഈ കുടുംബം പറയുന്നത്. അതിദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ്. DMO ഉൾപ്പെടെയുള്ളവർ ഇതിലൊരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്താണ് നിഗമനം? ഈ ലാബിന് പറ്റിയ വീഴ്ചയാണ് എന്നത് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? വിനീത, നിലവിൽ ഇപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനില ഈ പറഞ്ഞതുപോലെ ട്യൂബിലൂടെയാണ് കുഞ്ഞ് മുലപ്പാടിൽ സ്വീകരിക്കുന്നത്. ആ രീതിയിൽ വാവ് തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, വളരെ ഗുരുതരമായ അസാധാരണമായ ഒരു വൈകല്യമാണ് കുഞ്ഞിനുണ്ടായിട്ടുള്ളത്. കണ്ണ് യഥാസ്ഥാനത്തല്ല, ചെവി യഥാസ്ഥാനത്തല്ല, വാ തുറക്കാൻ കഴിയില്ല, നാവ് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ ഒരു ജനിതക വൈകല്യമാണ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ പലതവണ, അതായത് 7 തവണ ഇവർ സ്കാനിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്കാനിങ്ങിലൊന്നും അത്തരമൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്നത് ഈ ഇത്തരത്തിൽ ഈ ലാബിലെ ഡോക്ടർമാർക്കും ഒപ്പം ആശുപത്രിയിലെ ഇത് പരിശോധിച്ച ഗർഭകാലത്ത് പരിശോധന നടത്തിയ ഡോക്ടർമാർക്കും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇത്ര തവണ സ്കാനിംഗ് നടത്തിയിട്ട് പോലും അത്തരം പ്രശ്നങ്ങളുള്ളതായോ അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ളതായോ എന്ന് തന്നെ ഒരു സൂചന പോലും കുടുംബത്തിന് ഇവർ നൽകിയില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും നിലവിലുള്ള ഡോക്ടർമാരോട് നമ്മൾ വിശദീകരണം തേടിയിരുന്നു. അവരും പറയുന്നത് ഈ സ്കാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, റേഡിയോളജിസ്റ്റാണ് ഇത്തരം വൈകല്യങ്ങളുണ്ടെങ്കിൽ പറയേണ്ടത്. അത് അത്തരം റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് ഈ കടപ്പുറത്തെ WNC ആശുപത്രിയിലെ ഡോക്ടർ ഷെർലിയും പുഷ്പയും ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഈ റേഡിയോളജിസ്റ്റിനോട് ഉൾപ്പെടെ തേടുന്ന സമയത്ത് അവരും ഇക്കാര്യം സംബന്ധിച്ചൊരു വ്യക്തത നൽകുന്നില്ല. ഏതായാലും ഇതിൽ പ്രതിഷേധം കടുക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രതിഷേധം കണ്ടു. ഇവർക്ക് ഇനി ഈ കുട്ടിക്ക് തുടർ ചികിത്സ വേണം, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ?
നിലവിലെന്തായാലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഈ WNC ആശുപത്രിയിലേക്ക് നടന്നു. ആശുപത്രിയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. പ്രധാനമായും പ്രതിഷേധക്കാരും ഈ കുടുംബവും ആവശ്യപ്പെടുന്നത് ഈ തുടർ ചികിത്സയ്ക്കുള്ള സഹായം സർക്കാർ തന്നെ നൽകണം. കാരണം ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. ഈ സ്കാനിങ്ങിൽ പോലും പരിശോധനയിൽ പോലും ഇത്തരം വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് തന്നെ തുടർ ചികിത്സ സർക്കാർ തന്നെ ഉറപ്പാക്കണമെന്നുള്ളതാണ് ഈ കുടുംബവും ഒപ്പം ഈ പ്രതിഷേധക്കാരും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളിലേക്കും കടക്കണമെന്നുള്ളതാണ്. അതായത് ഈ ഡോക്ടർമാരുടെ വീഴ്ച കണ്ടെത്തി ശക്തമായ നടപടികളിലേക്ക് കടക്കണം. ഒപ്പം ഈ ആശുപത്രികളിലെ ഇത്തരം പോരായ്മകൾ, അതായത് ഇത്തരത്തിൽ ഈ WNC ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനമുണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ല. ആ രീതിയിൽ അത്തരം പോരായ്മകൾ അല്ലെങ്കിൽ ആവശ്യമായ നിയമനം പോലും നടത്താതെ വലിയ ലക്ഷങ്ങൾ മുടക്കി ഇത്തരം സൗകര്യങ്ങൾ വാങ്ങി വെക്കുന്നു. പക്ഷേ അത് ഉപയോഗപ്രദമാകാത്ത രീതിയിൽ നശിച്ചു പോകുന്ന സാഹചര്യം, അതിന്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ കൂടി അതിലേക്ക് തന്നെയാണ് ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലായാലും ഇപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ആയാലും ഒക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും ചികിത്സാ പിഴവുകൾ ഉണ്ടാവുമ്പോഴാണ് അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. കാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാകുമ്പോൾ ദിവസേന പ്രസവം ഉൾപ്പെടെ അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ തുടർ ചികിത്സ ഉൾപ്പെടെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടല്ലോ. ഈ സ്കാനിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ ജീവനക്കാരില്ല എന്ന് പറയുന്ന തരം അനാസ്ഥ എന്ന് തന്നെ നമ്മൾ അതിനെ വിളിക്കണം. തീർച്ചയായും. കാരണം ഈ പറഞ്ഞതുപോലെ സ്കാനിംഗ് മെഷീൻ ഈ WNC ആശുപത്രിയിലുണ്ട്, പക്ഷേ അവർ പറയുന്നത് റേഡിയോളജിസ്റ്റിന്റെ നിയമനം നടന്നിട്ടില്ല, അത് സർക്കാർ തലത്തിലാണ് നടക്കേണ്ടത്. പക്ഷേ അത് നടക്കാതെ കൊണ്ടാണ് ഇത്തരത്തിൽ ആ മെഷീൻ പോലും ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത്. അതായത് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇത്തരം മെഷീനുകളൊക്കെ തന്നെ വാങ്ങിവെക്കുന്നത്. പക്ഷെ അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അത് അനാവശ്യ ചെലവായി അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൂടി, അതായത് ഈ സ്കാനിംഗ് മെഷീൻ കൃത്യമായി പ്രവർത്തിച്ചിരുന്ന ഒരുപക്ഷെ ഇവർക്ക് ആശുപത്രിയിൽ തന്നെ സ്കാനിംഗ് നടത്താമായിരുന്നു. സ്വകാര്യ മാത്രവുമല്ല ഒരു സ്ത്രീയുടെ ഗർഭകാലയളവിൽ അവർ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സ തേടുകയാണെങ്കിൽ അവർക്ക് ആ ഗർഭകാലയളവിൽ 3 or 4 തവണ സ്കാനിങ്ങിന് വിധേയമാക്കണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോഴാണ് ഈ മെഷീൻ ഇല്ല എന്ന് പറയുന്നതും സ്വകാര്യ ലാബിലേക്ക്, അതൊരു പ്രത്യേക ലാബിലേക്ക് ഡോക്ടർമാർ തന്നെ റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. തീർച്ചയായും. അതായത് സ്വകാര്യ ലാബിലേക്ക് ഡോക്ടർമാരാണ് റെഫർ ചെയ്തത്. പക്ഷേ സർക്കാരിന്റെ ചില പദ്ധതിയുടെ കൂടി ഭാഗമായി പണം ചിലവാകില്ല എന്ന് പറഞ്ഞായിരുന്നു ഇവരെ ലാബിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം പോകുന്നു. ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്, പക്ഷെ അതുപോലും ഉപകാരപ്പെടാമാകാത്ത രീതിയിൽ ഇവർ ഈ പണം കയ്യിൽ നിന്ന് മുടക്കി. പക്ഷേ ഈ കയ്യിൽ നിന്ന് മുടക്കിയ പണത്തിന് മാത്രം, അതായത് ഒരു കുട്ടി വളരെ 10 മാസക്കാലം ആശിച്ചാണ് ഒരു കുട്ടി വരുന്നത്. പക്ഷേ ഇത്രയും കാലത്തെ കാത്തിരിപ്പ് കണ്ണീരായി എന്നുള്ളതാണ്. അതായത് കുട്ടി ഇവർ പ്രതീക്ഷിച്ച രീതിയിലല്ല. മാത്രമല്ല വലിയ ഗുരുതര വൈകല്യം, തുടർ ചികിത്സ. പ്രത്യേകിച്ച് ഈ കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണപ്പെട്ട കുടുംബമാണ്. ഈ ടാക്സി ഓടിച്ച് അനീഷിന് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം എന്നുള്ളത്. ആ രീതിയിൽ ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബമാണ്. തുച്ഛമായ വരുമാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇത്തരം വലിയ വൈകല്യങ്ങളുള്ള കുട്ടിയെ എങ്ങനെ ചികിത്സിക്കും? ഒരുപക്ഷെ ഈ ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാർക്ക് പോലും വലിയ ആശങ്കയുണ്ട്. ഏത് രീതിയിലാണ് ഈ കുട്ടിക്ക് ചികിത്സ നൽകേണ്ടത് എന്നുള്ളത്. അത്രത്തോളം വലിയ ചികിത്സ ആവശ്യമാണ്. ആ ഘട്ടത്തിൽ ഈ സാധാരണപ്പെട്ട കുടുംബത്തിൽ എങ്ങനെ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള ആശങ്ക തന്നെയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനത്തിലെ പിഴവാണ്. ലാബും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഇത്തരത്തിൽ അതിനുള്ള വേണ്ട നിയമനങ്ങളൊന്നും തന്നെ നടത്താത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് വിനീത. ശരി, അത് തന്നെയാണ് ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പറയുന്നു. അതിൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി നൽകുന്ന ഉറപ്പും. അതുമാത്രമല്ല വിഷയം, ഈ കുട്ടിയുടെ തുടർ ചികിത്സ അതെങ്ങനെയായിരിക്കണം എന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ അക്കാര്യത്തിൽ വേണം എന്ന് മാത്രമല്ല, ദിവസം ഇത്രയധികം ആളുകൾ ചികിത്സ തേടുന്ന അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനൊക്കെ എത്തുന്ന സ്ഥലമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അവിടെ സ്കാനിംഗ് മെഷീനുണ്ട്, പക്ഷേ ജീവനക്കാരില്ല എന്ന അവസ്ഥയാണ്. അതിനും ഉടനെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം സുനിഷ അയ്യല്ലൂരുമാണ് വിവരങ്ങൾ നൽകി.